നമസ്കാരം. ഇതെന്താ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷ? അല്ല, പക്ഷേ ചില പരീക്ഷകൾക്ക് പ്രാധാന്യം കൂടുതലാണ്. അവ ഒരു പൊതുപരീക്ഷ ആയതുകൊണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉപരിപഠനത്തിനുള്ള പ്രാധാന്യം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിഷന് വേണ്ടിയുള്ള ഒരു മത്സര പരീക്ഷ ആയതുകൊണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത് എഴുതുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഈ സമയം ഒരു ടെൻഷൻ്റെ കാലമാകാം. തുടക്കം മുതൽ തന്നെ, അതായത് അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ചിട്ടയായി അറിവ് ആർജിക്കാനായുള്ള കൃത്യമായ പഠനം ആവശ്യമായിരുന്നുവെങ്കിലും പല മിടുക്കരും അത് ചെയ്തിട്ടുണ്ടാവില്ല. അത് സാരമില്ല. ഇനിയുള്ള ഒരു കുറച്ച് സമയം, അതായത് ഈ പഠന അവധിക്കാലം കൃത്യമായി വിനിയോഗിക്കുന്നത് വഴി നമുക്ക് പരീക്ഷയെ നേരിടാനായിട്ട് സാധിക്കും. അധ്യാപകരിൽ നിന്നും അല്ലെങ്കിൽ ചോദ്യക്കടലാസുകളിൽ നിന്നുമൊക്കെ ആവർത്തിച്ചു വരുന്ന പാഠഭാഗങ്ങൾ മനസ്സിലാക്കി അവ പഠിച്ചു എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആവർത്തിച്ചുള്ള പഠനം മെമ്മറി ഫോർമേഷന് വളരെ അത്യാവശ്യമാണെന്നുള്ളത്. അതുപോലെ തന്നെ മെമ്മറി പ്രോസസ്സിങ്ങിന് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു സൂത്രം കൂടിയുണ്ട്. നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്സ് ഇവയൊക്കെ നമ്മുടെ ദൃഷ്ടി സ്ഥിരമായി പതിയുന്ന സ്ഥലങ്ങളിൽ, അത് ഭിത്തികളിൽ അല്ലെങ്കിൽ മേശപ്പുറത്ത് ഒക്കെ ഇവ വൃത്തിയായി എഴുതി ഒട്ടിക്കുന്നത് വഴി നമുക്ക് ഈ ആവർത്തനം സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ പഠന അവധിക്കാലം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നിർബന്ധമായും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും തനിയെ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ വീട്ടിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായിട്ടും സഹായിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാതാപിതാക്കൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, കുട്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങളെപ്പറ്റി അവനെ കുറ്റപ്പെടുത്താതിരിക്കുക. രണ്ടാമതായി, ഇങ്ങനെ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും, ഈ മാർക്ക് കൊണ്ട് എവിടെ അഡ്മിഷൻ കിട്ടും, എന്ത് നാണക്കേടാവും മാർക്ക് കുറഞ്ഞാൽ, ഇങ്ങനെയുള്ള കമൻസ് ഇടയ്ക്കിടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാസക്കാലം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കുട്ടി പരീക്ഷകളും അതേപോലെ ചോദ്യം ചോദിക്കൽ, അസസ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഉള്ള ആത്മവിശ്വാസം കൂടി കളയാതെ ഇരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ കുട്ടിയും ആകുലചിത്തനാണ്. ഇങ്ങനെ നിങ്ങൾ മുറിവിളി കൂട്ടിയതുകൊണ്ട് ഒരു മാർക്ക് പോലും നിങ്ങളുടെ കുട്ടിക്ക് അധികം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ കുട്ടിയോടൊപ്പം ചെലവഴിക്കുന്ന സമയം അവൻ്റെ പഠനത്തിൽ സഹായിക്കുകയും അവനൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനും അത് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെലവഴിക്കുകയാണെങ്കിലും അവൻ്റെ ആത്മവിശ്വാസം കൂടുകയും കൂടുതൽ നന്നായി പരീക്ഷ എഴുതാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഗാഡ്ജറ്റ്സ്, സോഷ്യൽ മീഡിയ, ദൃശ്യശ്രവ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രകോപനം എന്ന് പറയുന്നത് വീട്ടിലെ മാതാപിതാക്കളും മുതിർന്നവരും അത് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കഴിവതും അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇവിടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ടും ശ്രമിക്കേണ്ടതാണ്. കുട്ടികളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതചര്യയിൽ കുറച്ച് അടുക്കും ചിട്ടയും വരുത്തി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും ഈ പരീക്ഷാകാലം തന്നെയാണ്. നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ബാക്കി ശീലങ്ങൾ, നിങ്ങളുടെ ഭക്ഷണ രീതിയൊക്കെ ഈ പരീക്ഷയോടനുബന്ധിച്ച് വ്യതിയാനം വരുത്തേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ 6 മണിക്കൂർ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അത് വിശ്രമം നൽകുകയും ഒപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി അടുക്കി പെറുക്കി ഇത് തലച്ചോറിൽ സൂക്ഷിക്കാനും പിന്നീട് ആവശ്യമുള്ള സമയത്ത്, പരീക്ഷാ സമയത്ത് ഇത് നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് വരുന്നതിനും നല്ല ഉറക്കം സഹായിക്കും. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഭക്ഷണമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം, അതിൽ ആവശ്യത്തിനും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണം, പുറത്തുനിന്നുള്ള ഭക്ഷണം, അതേപോലെ ഒരുപാട് മധുരം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുവഴി നിങ്ങളുടെ പഠനത്തിലുള്ള ശ്രദ്ധയും പഠിക്കാനിരിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാകും. മൂന്നാമതായി, ധാരാളം വെള്ളം കുടിക്കുക. 2.5 ലിറ്റർ, ഒരു 10-15 ഗ്ലാസോളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കുക. നാലാമതായി ഒരു കാര്യം, തുടർച്ചയായി 1 മണിക്കൂറോ മറ്റോ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് എടുക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യാം, അല്ലെങ്കിൽ 5-10 മിനിറ്റ് ഒന്ന് നടന്ന് എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്തതിന് ശേഷം വന്നിരുന്ന് വീണ്ടും പഠനം തുടരാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ആ സമയം നിങ്ങൾ ഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ നോക്കി അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് കാണുക, അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് തോന്നുവാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉത്കണ്ഠ അധികമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൊബൈൽ യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള
പ്രശ്നങ്ങൾ കാരണം പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, ഉറക്കം കുറവാണ്, കൂടുതൽ ടെൻഷനാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം കുട്ടിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്.